പഴയ കാലങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു നാടൻ തേങ്ങ അരച്ച ബീഫ് കറിയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തത് 1 കിലോ ഇറച്ചിയാണ്. ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെക്കാം. ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വലിയ സവാള ഇടാം. വലുതാണെങ്കിൽ 1, മീഡിയം സൈസ് ആണെങ്കിൽ 2 സവാള ഇടാം. ശേഷം നല്ലോണം വഴറ്റി അതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം വഴറ്റാം. വഴറ്റി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് ഒന്ന് ഇളക്കാം. ശേഷം ഒരു തക്കാളി അതുപോലെ ഉരുളക്കിഴങ്ങും ഇട്ട് ഇളക്കാം. അതിനുശേഷം നമ്മൾക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇടാനുണ്ട്. ഞാനിവിടെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ 2 ടേബിൾ സ്പൂൺ അടുത്തായിട്ട് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ട് ബീഫ് ഇട്ട് നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ശേഷം കുക്കർ അടച്ചിട്ട് നല്ലോണം വേവിക്കാം. ബീഫ് പോലെ ഇരിക്കും വേവ്. ശേഷം നല്ലോണം അരച്ചതിന് ശേഷം ഒരു അരപ്പ് തയ്യാറാക്കേണ്ടത്. തേങ്ങയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് അരച്ച അരപ്പാണ്. അതും കൂടി അതിലേക്ക് ഇട്ട് ഞാൻ ഇടയിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു താളിപ്പ് തയ്യാറാക്കാനുണ്ട്. എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും കറിവേപ്പില ഇതൊക്കെ ഇട്ട് താളിപ്പ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇറച്ചിക്കറി റെഡി.